നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആഹാ, ദൈവമ്മ കണിയൊരുക്കാണോ? പിന്നെ ഇന്ന് വിഷു സംക്രാന്തിയാ, നാളെയാ വിഷു. സ്വർണം വിളഞ്ഞു കിടക്കുന്ന പോലത്തെ കണിക്കൊന്ന പൂക്കളും വിഷുക്കൈ നീട്ടവും മലയാളികളുടെ വളരെ വൈകാരികമായ ഓർമ്മകളാ. കുട്ടിക്കാലത്ത് ദേവമ്മ തന്ന വിഷുക്കൈ നീട്ടം കൊണ്ട് ഞാൻ എത്ര കളിപ്പാട്ടങ്ങളാ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. എന്റെ മോനായ നിനക്കല്ലാതെ ഞാൻ ആർക്കാ വിഷു കൈനീട്ടം കൊടുക്കുന്നത്? ഇപ്പൊ പിന്നെ അശ്വിനും അതിഥിക്കും കൊടുക്കും. മോനെ, ഞാനൊരു കാര്യം ചോദിക്കാൻ വിട്ടു. എന്താ ദൈവമേ? അല്ല, അമ്മ മീനാക്ഷിയുടെ അച്ഛനെ കാണാൻ ജയിലിൽ പോണെന്ന് വാശി പിടിച്ചിട്ട് അത് ഞാൻ തന്ത്രപൂർവ്വം മുടക്കി. മീനാക്ഷിയുടെ അച്ഛൻ അവിടെ ജയിലിൽ സന്ദർശകരെ കാണുന്നില്ല എന്ന് ഒരു കള്ളം പറഞ്ഞു. പിന്നെ അമ്മേ, വിഷു ദിവസമായ നാളെ തന്നെയാ മീനാക്ഷിയുടെ അമ്മയുടെ 16 അടിയന്തരത്തിന്റെ ബലികർമ്മങ്ങളും. ഈ മുറ്റത്ത് വെച്ച് അവൾ ഒരു കർമ്മം മേലാൽ ചെയ്യില്ലെന്നാ കാർത്തി നീ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിരിക്കുന്നത്. മുത്തശ്ശിയോടുള്ള ആ വാക്ക് എനിക്ക് തെറ്റിക്കേണ്ടി വരും, അല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അവൾ ആവശ്യപ്പെട്ടതുപോലെ കർമ്മത്തിനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും അമ്മ അവളുടെ കൂടെ തന്നെ നിൽക്കണം. ഔട്ട് ഹൗസിന്റെ മുന്നിൽ വെച്ച് അവള് കർമ്മം ചെയ്താ ഇവിടെ വലിയ ഭൂകമ്പം ഉണ്ടാവുമല്ലോ മോനെ. പേടിക്കാതിരിക്കമ്മേ. കൊച്ചു കൊച്ചു ഭൂകമ്പങ്ങളൊക്കെ നമ്മള് നേരിട്ടല്ലേ പറ്റൂ. മുത്തശ്ശി ഇങ്ങനെ കിടന്ന് വെറുതെ ബേളം വെക്കുന്നതേ ഉള്ളൂ. ഉള്ള മുല്ല പോവാ. മുത്തശ്ശിയെ ഞാൻ കറക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കോളാം, എല്ലാം കഴിഞ്ഞിട്ട്. അമ്മേ, പിന്നെ അമ്മ ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിച്ച് മാത്രമേ ചെയ്യാവൂ. എന്താന്ന്? അല്ല, എന്താ ദേവമ്മേ മോനും കൂടി ഒരു രഹസ്യം? വല്ല ഗൂഢാലോചനയാണോ? എന്താടാ, ഇവിടെ നീ പോലീസിലെടുത്തോ? എന്റെ ദേവമ്മയ്ക്ക് പോലീസുകാർക്ക് വേണ്ട കൂർമ്മ ബുദ്ധിയൊന്നുമില്ല. അതില്ല. കൂർമ്മ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിലേ ഇവക്ക് ഇങ്ങനൊന്നും വരില്ലായിരുന്നല്ലോ. അതവിടെ ഇരിക്കട്ടെ, വിഷയം വഴി തിരിച്ചു വിടുമൊന്നും വേണ്ട. കേക്കട്ടെ, എന്തായിരുന്നു ആ രഹസ്യം? രഹസ്യം? എന്ത് രഹസ്യം? എന്റെ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും കയ്യിന്ന് നാളെ വിഷുക്കൈ നീട്ടം വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കായിരുന്നു ഞങ്ങള്. അതിമനോഹരമായ ഒരു കള്ളത്തരം വളരെ സ്വാഭാവികമായ രീതിയിൽ നീ പറഞ്ഞൊപ്പിച്ചു. നീ വേറെ എന്തോ ആണെന്ന് പറഞ്ഞ കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. എന്റെ മുത്തശ്ശി, ഞാൻ അത് തന്നെയാ പറഞ്ഞത്. ഈ മുത്തശ്ശിയുടെ ഒരു കാര്യം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഈ വിഷുക്കണി ഒരുക്കാം. നന്ദിനിയടുത്തേക്ക് എന്നെ കൂടി വിളിക്കരുതായിരുന്നോ? വിളിക്കുന്ന എന്തിനാ? കൂടിക്കോ. വിഷുക്കണി ഒരുക്കല് പോലെ ഒരു രസമുള്ള കാര്യമാ ഉത്രാട രാത്രി വെപ്രാളവും. ഉത്രാട രാത്രിക്ക് ഇത്ര വെപ്രാളം എന്തുവാ? അതൊരു വെപ്രാള രാത്രിയാണല്ലോ അമ്മേ. അത് നിനക്ക്, ഞങ്ങൾക്കതില്ല. ഇന്ന് എന്ത് വേണമെങ്കിലും എന്നോട് സംസാരിക്കാം, ഞാൻ മറുപടി തരാം. പക്ഷേ നാളെ അതുണ്ടാവില്ല. നാളെ എന്താ? നാളെ ഞാൻ മൗനവ്രതത്തില. ഓ, മൗനവ്രതമോ? വളരെ നല്ല കാര്യം. അതിലേറെ സമാധാനം. അതെ, നിന്റെ നാത്തോനോടും എന്റെ മകളുമായ സാവിത്രിയോടും കൂടി ഒന്ന് പറ മൗനവ്രതം എടുക്കാൻ. എങ്കിലും നാളെ ചെമ്പകമംഗലത്തിനും കൂടെ ഒരു സ്വസ്ഥതയുണ്ടാവും. എന്റെ ദൈവമേ, 2 നാക്കുകൾ അടങ്ങിയിരുന്നാൽ എന്ത് വെളിച്ചമായിരിക്കും ഈ വീടിന്. അമ്മേ, അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. വാ വാ.
നല്ലൊരു ദിവസമായിട്ട് ഈ അശ്രീഹരത്തിനെ വിളിച്ച് കയറ്റിയല്ലോ. ഗുഡ് മോർണിംഗ് എവ്രിവൺ ആൻഡ് ഹാപ്പി വിഷു. ഇപ്പൊ ഇവിടെ രണ്ടാട്ടി പൊട്ടും. ഒന്ന് ഇവളുടെ ചെപ്പ കുറ്റിക്ക്, മറ്റേത് ഈ നന്ദിനിയുടെ കവാല കുറ്റിക്ക്. എന്താ മുത്തശ്ശിയത്? ഇങ്ങനെ മുഖം കനപ്പിച്ച് നിൽക്കല്ലേ രണ്ടുപേരും? മുത്തശ്ശനും മുത്തശ്ശിക്കും ഇതുപോലെ ഒരു കൊച്ചുമകൾ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ കൊടുക്കുമായിരുന്നില്ലേ വിഷു കൈനീട്ടം? ഔട്ട് ഹൗസിൽ താമസിക്കുന്ന ഒരു ഗസ്റ്റ് ആണെങ്കിലും താമസിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയല്ലേ? ഒരു കൈനീട്ടം കൊടുക്ക്. വാമോളെ. ഇനി പൊയ്ക്കോ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിനക്ക് മുത്തശ്ശിയോടും മുത്തശ്ശനോടും സ്വാധീനം ഉണ്ടെന്ന് കരുതി എന്ത് തോന്നിവാസവും പറയാമെന്ന് കരുതരുത്. എന്താ സാവിത്രി ഇത്? അവൻ എന്ത് തെറ്റ് ചെയ്തു? അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത വയ്യാവേലിയൊക്കെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തേണ്ട കാര്യം എന്തിരിക്കുന്നു? നിർത്ത്. ഇന്ന് വിഷുവാ. ഭഗവാൻ ശ്രീകൃഷ്ണൻ അഹങ്കാരത്തിന്റെ പ്രതീകമായ നരകാസുരനെ വധിച്ച ദിവസം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.